ഗുഡ് മോർണിംഗ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടന്റ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. അപ്പോൾ അതിലെ കണ്ടന്റ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ നമ്മൾ 6 കണ്ടന്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. നെയിം ക്ലോസ്, സിറ്റുവേഷൻ ഓർ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്, ലയബിലിറ്റി ക്ലോസ്, ദെൻ ക്യാപിറ്റൽ ക്ലോസ്, അസോസിയേറ്റ് ക്ലോസ്. അപ്പോൾ ഇങ്ങനെ 6 ക്ലോസസ് ആണുള്ളത്. അതിലെ നെയിം ക്ലോസും സിറ്റുവേഷൻ ക്ലോസും ഒബ്ജക്റ്റ് ക്ലോസും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലെ നമുക്ക് ലയബിലിറ്റി ക്ലോസും അതുപോലെ ക്യാപിറ്റൽ ആൻഡ് അസോസിയേഷൻ ക്ലോസ് എന്താണെന്നുള്ളതും ഈ ക്ലോസുകളൊക്കെ എങ്ങനെയാണ് ഓൾട്രേഷൻസ് ഓർ ചേഞ്ചസ് വരുത്തുക എന്നുള്ളതും നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ലയബിലിറ്റി ക്ലോസ് എന്താണെന്നുള്ളത് നോക്കാം. ഈ ഒരു ക്ലോസിൽ എന്തായിരിക്കും സിഗ്നിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കുക? ദ നേച്ചർ ഓഫ് ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്, അല്ലേ? മെമ്പേഴ്സിൻ്റെ ബാധ്യതയെ കുറിച്ചിട്ടാണ് ഈ ഒരു ക്ലോസിൽ പറയുന്നത്. മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആവാം, അൺലിമിറ്റഡ് ആവാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലോസിൽ പറയുന്നത്. അപ്പോൾ ഒരു ലിമിറ്റഡ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിൻ്റെ ലയബിലിറ്റി ക്ലോസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഓരോ മെമ്പേഴ്സിൻ്റെയും ലയബിലിറ്റി അത് അവരുടെ കൈവശമുള്ള ഷെയറിൻ്റെ പാർ വാല്യൂവിന് ഈക്വൽ ആയിട്ടുള്ള ബാധ്യതയാണ് വരുന്നത്. അതായത് അവരിനി എത്രത്തോളം അൺപെയ്ഡ് എമൗണ്ട് വരുന്നുണ്ടോ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ലയബിലിറ്റിയാണ് ഷെയർ ഹോൾഡേഴ്സിന് വരുന്നത്. ഇനി അതായത് അതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഇപ്പോൾ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് മെമ്പേഴ്സ് ഇനി ബാലൻസ് എമൗണ്ട് ഷെയറിൻ്റെ മുകളിൽ എത്രയാണോ കൊടുക്കാനുള്ളത് ആ ബാലൻസ് എമൗണ്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ആ ബാലൻസ് എമൗണ്ടിൻ്റെ അത്രയായിരിക്കും അവരുടെ ബാധ്യത എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അവർ നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്യാരണ്ടീഡ് എമൗണ്ടിന് തുല്യമായിട്ടുള്ള ബാധ്യതയാണ് മെമ്പേഴ്സിന് വരുന്നത്. അപ്പോൾ മെമ്പേഴ്സിൻ്റെ ബാധ്യത എങ്ങനെയാണ്, എത്രത്തോളമാണ് എന്നുള്ളതാണ് ഏതിലെ പറയുന്നത്? ലയബിലിറ്റി ക്ലോസിലെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ലയബിലിറ്റി ക്ലോസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആൻഡ് ലീഗൽ സിഗ്നിഫിക്കൻസ് ഒക്കെ ഉള്ള ഒരു ക്ലോസ് ആണ്. അതായത് ഈ ഒരു ക്ലോസിലൂടെ മെമ്പേഴ്സിനെ അറിയാനായിട്ട് സാധിക്കും. കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മെമ്പർ എന്നുള്ള ആ ഒരു നിലയിൽ അവർക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ഫിനാൻഷ്യൽ ലയബിലിറ്റിയുടെ തോത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ ഒരു ക്ലോസ് നോക്കിക്കഴിഞ്ഞാൽ മെമ്പേഴ്സിനെ അറിയാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ക്യാപിറ്റൽ ക്ലോസ് ആണ്. ക്യാപിറ്റൽ ക്ലോസിലെ പറഞ്ഞിരിക്കുന്നത് കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓർ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ നോമിനൽ ഓർ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എത്രയാണ്, അവരുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണെന്നുള്ളതാണ് ഈ ഒരു ക്ലോസിൽ പറയുന്നത്. അതേപോലെ തന്നെ ഓതറൈസ്ഡ് ക്യാപിറ്റലിനെ നമ്മൾ ഷെയർസ് ഓഫ് ഫിക്സഡ് പാർ വാല്യൂ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഡിവിഷനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ മൊത്തം ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ എങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്യുന്നത്, എത്ര രൂപയുടെ, ഇപ്പോൾ 10 crore ആണ് നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എങ്കിൽ ആ 10 crores ക്യാപിറ്റൽ ചിലപ്പോൾ 10 രൂപയുടെ ഷെയറുകളായിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 100 rupeesൻ്റെ ഷെയറുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആ ഡിവിഷൻ എങ്ങനെയാണെന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ക്യാപിറ്റൽ ക്ലോസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ദെൻ ക്യാപിറ്റൽ ക്ലോസിൽ പക്ഷേ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഹാവിങ് നോ ഷെയർ ക്യാപിറ്റൽ ഉണ്ടല്ലോ. ഇപ്പോൾ ഓഹരി മൂലധനം ഇല്ലാത്ത കമ്പനികൾ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ മെമ്മോറാണ്ടത്തിലെ ഈ ഒരു ക്യാപിറ്റൽ ക്ലോസ് സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ക്യാപിറ്റൽ ക്ലോസിലെ മാക്സിമം ഒരു കമ്പനിക്ക് അതിൻ്റെ ലൈഫിൽ എത്ര ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് സാധിക്കും, അത് ഏതൊക്കെ ഇതിലാണ് റേസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതൊക്കെ ഏതിലെ ക്യാപിറ്റൽ ക്ലോസിലുണ്ടായിരിക്കും.
ദെൻ ലാസ്റ്റ് ക്ലോസ് എന്ന് പറയുന്നത് അസോസിയേഷൻ ഓർ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ആണ്. ഈ ഒരു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ അവസാനം എന്ന് പറയുന്നത് അസോസിയേഷൻ ഓർ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ഓർ ഡിക്ലറേഷൻ ഓഫ് അസോസിയേഷനോട് കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ക്ലോസിന് തന്നെയാണ് നമ്മൾ ഡിക്ലറേഷൻ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ അതിലെ ഡിക്ലറേഷൻസ് തന്നെയാണ് ആ ഒരു ക്ലോസിൽ കാണിക്കുന്നത്. അതായത് സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം, മെമ്മോറാണ്ടത്തിൽ വരുന്ന സിഗ്നേറ്ററീസ് അവരുടെ ഇൻറ്റൻഷൻ കമ്പനിയിലെ ആ ഒരു ഇതിലെ അവരുടെ ആ ഒരു ഇൻറ്റൻഷൻ, അതുപോലെ തന്നെ അവരുടെ പേരിലെ കമ്പനിയിൽ നിന്ന് ഇത്ര ഷെയർ അവർ എടുത്തുകൊള്ളാം എന്നൊക്കെയുള്ള അവരുടെ ആ ഒരു ഡിക്ലറേഷൻ തന്നെയാണ് അസോസിയേഷൻ ഓർ സബ്സ്ക്രിപ്ഷൻ ക്ലോസിൽ വരുന്നത്. ഇപ്പോൾ ഒരു പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയത് 7% എങ്കിലും മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2% മസ്റ്റായിട്ടും അതിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഓരോ സബ്സ്ക്രൈബേഴ്സും ചുരുങ്ങിയത് ഒരു ഷെയറെങ്കിലും അവരെ വാങ്ങിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു അസോസിയേഷൻ ക്ലോസിലെ അവരുടെ ഡിക്ലറേഷനോടൊപ്പം അവരുടെ പേരിനോടൊപ്പം തന്നെ അതിന് നേരെയായിട്ട് അവർ എത്ര എണ്ണം ഷെയർ എടുത്തിട്ടുണ്ട് എന്നുള്ളത് അതിൽ കാണിച്ചിരിക്കണം. പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്യുന്നത് വിറ്റ്നസിൻ്റെ ഒരു സാക്ഷിയുടെ മുന്നിൽ വെച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഇനി 1% കമ്പനി ആണെങ്കിൽ അവിടെ നമുക്കറിയാം ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സപ്പോസ് അയാൾ മരിച്ചു പോകുകയാണെങ്കിൽ, ആ ഒരു സബ്സ്ക്രൈബർ മരണപ്പെട്ടു പോകുകയാണെങ്കിൽ പിന്നെ ആരായിരിക്കും കമ്പനിയുടെ മെമ്പർ എന്നുള്ളതും കൂടെ അതിലൊന്ന് നോട്ട് ചെയ്തിരിക്കണം. അത് OPC ആണെങ്കിൽ 1% കമ്പനിയുടെ കേസിലാണ് അത് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അസോസിയേഷൻ ക്ലോസിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ 6 ക്ലോസുകളാണ് എവിടെ വരുന്നത്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ വരുന്നത്. പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഓൾട്ടറേഷൻ ഓഫ് മെമ്മോറാണ്ടം നോക്കാം. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ ചാർട്ടർ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്കൊരിക്കലും അത് ഓൾട്ടർ ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ കമ്പനീസ് ആക്ട് ഈ മെമ്മോറാണ്ടത്തിലെ മാറ്റങ്ങൾ വരുത്തുന്നതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ഓൾട്ടറേഷൻ മീൻസ് ചേഞ്ചസ് എന്നുള്ളതാണ് കേട്ടോ. ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ട് നമുക്കിത് മാറ്റണമെങ്കിൽ. എന്നിരുന്നാൽ കൂടെ എക്സെപ്ഷണൽ കേസുകളിൽ മെമ്മോറാണ്ടത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കമ്പനീസ് ആക്ട് അനുവദിക്കുന്നുണ്ട്. അപ്പോൾ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 13 പ്രകാരം company shall not alter the condition contained in its memorandum except in the case in the mode and to the extent for which express provision is made in the Companies Act. അപ്പോൾ കമ്പനീസ് ആക്ടിലെ വ്യവസ്ഥകൾക്കനുസൃതമായിട്ട് എന്ത് ചെയ്യാം? മെമ്മോറാണ്ടത്തിൽ ചില എക്സെപ്ഷണൽ കേസുകളിൽ കമ്പനിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ആ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഓൾട്ടറേഷൻ ഓഫ് നെയിം ക്ലോസ് ആണ്. അതായത് കമ്പനിക്ക് അതിൻ്റെ പേരിൽ മാറ്റം വരുത്താം, പേര് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ പേര് ചേഞ്ച് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ടാണ് കമ്പനിക്ക് പേര് മാറ്റാനായിട്ട് സാധിക്കുന്നത്. സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ആ മീറ്റിങ്ങിൽ പാസ്സായിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ മെജോറിറ്റിയുടെയും അംഗീകാരത്തോടു കൂടെ, അതായത് 4/3 മെജോറിറ്റി ഉണ്ടെങ്കിലേ അത് സ്പെഷ്യൽ റെസൊല്യൂഷൻ ആകുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അവരെ മീറ്റിങ്ങിലെ വോട്ട് രേഖപ്പെടുത്തുകയും വേണം. അങ്ങനെയാണ് നമുക്ക് പേര് മാറ്റാനായിട്ട് പറ്റുന്നത് കമ്പനിയുടെ. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവല് ലഭിക്കുകയും വേണം. അപ്പോൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അതായത് 3/4 മെമ്പേഴ്സിൻ്റെയും അംഗീകാരം വേണം. ഒപ്പം തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നെയിം ക്ലോസിലെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വാങ്ങിക്കുന്ന സമയത്ത്
അത് കമ്പനിയുടെ പേര് ചേഞ്ച് ചെയ്യാൻ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു അപ്രൂവലെ നമുക്ക് ലഭ്യമാകുന്നത് എങ്ങനെയായിരിക്കും? കമ്പനി ഇപ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ അത് പബ്ലിക്കായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് നമുക്കതിൻ്റെ അത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോടുകൂടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് ഒരു കമ്പനിക്ക് അതിൻ്റെ പേര് മാറ്റാവുന്നതാണ്. Then if the change is only deletion of the word private from the name, when the private company is converted into public company, no approval of central government is required. പിന്നെ അതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ ലിമിറ്റഡ് മാറ്റിയിട്ട് നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ ആക്കേണ്ടി വരും, അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത് പബ്ലിക് ലിമിറ്റഡ് ആക്കും. ആ ഒരു കേസിലെ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ആവശ്യമില്ല. ബാക്കി എല്ലാ കേസുകളിലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ നമുക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓൾട്രേഷൻസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ അത് ആരെ അറിയിക്കണം? രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ അറിയിക്കേണ്ടതാണ്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നമുക്ക് ഫ്രഷ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്ത് നൽകുന്നതാണ്. ആ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള ഡേറ്റ് മുതൽ പുതിയ പേര് നിലവിൽ എഫക്റ്റീവ് ആകുന്നതാണ്. അപ്പോൾ പേരിൽ നമുക്ക് മാറ്റം വരുത്താം. ദെൻ നെക്സ്റ്റ് വരുന്നത് ചേഞ്ച് ഇൻ ദ രജിസ്റ്റേർഡ് ഓഫീസസ് ആണ്. നമുക്ക് രജിസ്റ്റേർഡ് ഓഫീസിലെ മാറ്റം വരുത്താവുന്നതാണ്. സെക്ഷൻ 13(4) ആണ് ഓൾട്രേഷൻ ഓഫ് മെമ്മോറാണ്ടം റിലേറ്റിംഗ് ടു ദ പ്ലേസ് ഓഫ് ദ രജിസ്റ്റേർഡ് ഓഫീസസിനെ കുറിച്ചിട്ട് പറയുന്നത്. ഇപ്പോൾ രജിസ്റ്റേർഡ് ഓഫീസ് ലോക്കൽ ലിമിറ്റിന് അപ്പുറത്തേക്കാണ് മാറ്റുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റിയിൽ നിന്നോ ഒരു ടൗണിൽ നിന്നോ ഒരു വില്ലേജിൽ നിന്നോ മറ്റൊരു ടൗണിലേക്കോ അങ്ങനെയാണ് നമ്മൾ മാറ്റുന്നതെങ്കിൽ മെമ്പേഴ്സിൻ്റെ അപ്രൂവലെ മാത്രം മതി. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് നമുക്ക് അങ്ങോട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പം ലോക്കൽ ലിമിറ്റിന് അപ്പുറത്തേക്കാണ് നമ്മൾ ആ ഒരു സിറ്റി ടൗൺ ആ ഒരു ഏരിയയിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് മെമ്പേഴ്സിൻ്റെ സമ്മതം മാത്രം മതി. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് നമുക്ക് രജിസ്റ്റേർഡ് ഓഫീസ് മാറാവുന്നതാണ്. പക്ഷേ ഈ ഒരു രജിസ്റ്റേർഡ് ഓഫീസ് നമ്മൾ മാറുന്നത് ഒരു രജിസ്ട്രാറുടെ അധികാരത്തിനുള്ളിൽ നിന്ന് മറ്റൊരു രജിസ്ട്രാറുടെ ജൂറിസ്ഡിക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് റീജിയണൽ ഡയറക്ടറുടെ കൺഫർമേഷൻ ലഭിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ റീജിയണൽ ഡയറക്ടർക്ക് കമ്പനി അപ്ലിക്കേഷൻ നൽകണം. നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഒരു രജിസ്ട്രാറുടെ കീഴിൽ നിന്ന് മറ്റൊരു രജിസ്ട്രാറുടെ കീഴിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ അപ്പോൾ റീജിയണൽ ഡയറക്ടർക്ക് നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. ദെൻ അപ്ലിക്കേഷൻ നൽകിക്കഴിഞ്ഞാൽ 30 ഡേയ്സിനുള്ളിൽ 30 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ കൺഫർമേഷൻ കമ്പനിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ റീജിയണൽ ഡയറക്ടറുടെ അടുത്ത് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിലെ നമ്മൾ നൽകണം. അത് നമുക്ക് ആ ഒരു കൺഫർമേഷൻ ഡേറ്റ് മുതൽ 60 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ ഫയൽ ചെയ്യേണ്ടതാണ്. ദെൻ രജിസ്ട്രാർ നമുക്ക് എന്ത് ചെയ്യും? 30 ദിവസത്തിനുള്ളിൽ ആ കൺഫർമേഷൻ ഫയൽ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫൈ ചെയ്ത് നൽകുന്നതാണ്. അപ്പം അതാണ് ഒരു രജിസ്ട്രാറുടെ കീഴിൽ നിന്ന് മറ്റൊരാളുടെ കീഴിലേക്ക് മാറുമ്പോൾ വരുന്നത്. ഇനി ഈ ഓൾട്രേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫീസ് എന്ന് പറയുന്നത് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ആവശ്യമാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലേ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനെ നമ്മൾ അപ്ലിക്കേഷൻ ഫോം പ്രിസ്ക്രൈബ്ഡ് മാനറിൽ നൽകേണ്ടതാണ്. ദെൻ സെൻട്രൽ ഗവൺമെൻറ് ആ ആപ്ലിക്കേഷൻ 60 ദിവസത്തിനുള്ളിൽ അവരത് ഡിസ്പോസ് ചെയ്യുന്നതാണ്. ദെൻ അതിന് മുൻപായിട്ട് നമ്മൾ എന്തുകൂടെ കൊടുത്തിരിക്കണം? ക്രെഡിറ്റേഴ്സിൻ്റെ കൺസെൻറ്റ് കൂടെ നമ്മൾ കൊടുക്കണം. അപ്പം ഇങ്ങനെ നമുക്ക് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക്
കൊടുക്കണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യണം. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് അപ്രൂവല് കമ്പനിക്ക് ലഭിക്കണമെങ്കിൽ അത് 60 ദിവസത്തിനുള്ളിൽ അവർ ആപ്ലിക്കേഷൻ അതിൻ്റെ കാര്യങ്ങൾ നടത്തും. അപ്പോൾ ആ 60 ദിവസം അതിന് മുൻപായിട്ട് നമ്മൾ അവരെ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അവരുടെ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റേഴ്സിൻ്റെ കൺസെൻറ്റ്, ഈ ഒരു ഓൾട്ടറേഷനിലെ ക്രെഡിറ്റേഴ്സിൻ്റെ സമ്മതം വാങ്ങിക്കണം. അതുപോലെ തന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സ്, പിന്നെ കമ്പനിയുമായി ബന്ധപ്പെട്ട മറ്റ് പേഴ്സൺസ് അവരുടെയൊക്കെ സമ്മതം നമ്മൾ വാങ്ങിക്കണം. പിന്നെ നമ്മൾ എന്ത് വേണം? നമുക്ക് ഡെറ്റും ഒബ്ലിഗേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഡെറ്റ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഡിസ്ചാർജ് ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻസ്, സഫീഷ്യൻ്റ് പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ കണക്കാക്കണം. അതുപോലെ തന്നെ അത് ഡിസ്ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആഡക്വേറ്റ് സെക്യൂരിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്യണം. ആ വക കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുൻപ് ചെയ്യണം. എന്നാൽ മാത്രമേ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഓൾട്ടർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫൈഡ് കോപ്പി, അവരെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ എവിടെ കൊടുക്കുക? രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നമ്മൾ ഫയൽ ചെയ്യണം. ആ ഈച്ച് ഓഫ് ദ സ്റ്റേറ്റിലും നമ്മൾ രജിസ്ട്രാറുടെ അവിടെ നമ്മൾ ഫയൽ ചെയ്യേണ്ടതാണ്. ദെൻ നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണോ രജിസ്റ്റേർഡ് ഓഫീസ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് അവിടുത്തെ രജിസ്ട്രാറർ നമുക്ക് ഫ്രഷ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ നൽകുന്നതാണ്. അപ്പം ഇത്രയാണ് ഏതിലെ വരുന്നത്? ചേഞ്ചസ് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ചേഞ്ച് ഓഫ് ഒബ്ജക്റ്റ് ക്ലോസ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് ക്ലോസിൽ എങ്ങനെയാണ് ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ആണ് ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ക്ലോസിലെ നമുക്ക് എങ്ങനെയാണ് അതിൽ വരുന്നത് എന്ന് പറയാം. ഇപ്പോൾ കമ്പനി അവർക്ക് ആവശ്യമായിട്ടുള്ള പണം റേസ് ചെയ്തിരിക്കുന്നത് പ്രോസ്പെക്ടസിലൂടെ പബ്ലിക്കിൽ നിന്നാണ് ആ പണം വാങ്ങിയിട്ടുള്ളത് എന്ന് വിചാരിക്കുക. ദെൻ ആ പ്രോസ്പെക്ടസ് ഇറക്കിക്കൊണ്ട് ജനറൽ പബ്ലിക്കിൽ നിന്നാണ് മണി റേസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റേസ് ചെയ്തിട്ടുള്ള പണത്തിൽ അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ, നമ്മളത് ഉപയോഗിക്കാതെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒബ്ജക്റ്റ് ക്ലോസ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ അത് യൂട്ടിലൈസ് ചെയ്തതിന് ശേഷമേ നമുക്ക് പറ്റുള്ളൂ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? മണീസ് ഓർ റേസ്ഡ് ക്യാൻ ചേഞ്ച് ഇറ്റ് ആഫ്റ്റർ പാസിങ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ബൈ ദ കമ്പനി. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ റെസൊല്യൂഷനൊക്കെ പാസ്സാക്കിക്കൊണ്ട് മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ പറയുന്നുണ്ട്. അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് കമ്പനിക്ക് എന്ത് ചെയ്യാം? ഒബ്ജക്റ്റ് ക്ലോസിലെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ദെൻ അങ്ങനെ നമ്മൾ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് ഒബ്ജക്റ്റ് ക്ലോസിലെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ ആ പ്രമേയത്തിൻ്റെ ഡീറ്റെയിൽസ് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്തിരിക്കണം. അപ്പോൾ എവിടെയാണോ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് നിലനിൽക്കുന്നത് അവിടെ സർക്കുലേറ്റ് ചെയ്യുന്ന നല്ല സർക്കുലേഷൻസ് ഉള്ള ന്യൂസ് പേപ്പറിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലും പിന്നെ അവിടുത്തെ വെർണാക്കുലർ ലാംഗ്വേജ്, അവിടുത്തെ പ്രാദേശിക ഭാഷ ഏതാണോ ആ ലാംഗ്വേജിലും ഉള്ള ന്യൂസ് പേപ്പറിൽ നമ്മൾ ഈ ഒരു എന്താ പറയുക റെസൊല്യൂഷൻ്റെ ഡീറ്റെയിൽസ് നമ്മളതിൽ പബ്ലിഷ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ കമ്പനിയുടെ വെബ്സൈറ്റിലും നമ്മൾ എന്തൊക്കെ നൽകിയിരിക്കണം? ഈ ഒരു റെസൊല്യൂഷൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നൽകിയിരിക്കണം. അതുപോലെ സെബി റെഗുലേഷൻസ് ഉണ്ട്, അതിനനുസരിച്ച് കൊണ്ടുള്ള ഇതൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സിനെ ഉണ്ടായിരിക്കുക. അപ്പം അത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ രജിസ്ട്രാറർ ഷാൽ രജിസ്റ്റർ എനി ഓൾട്ടറേഷൻ ഓഫ് ദ object of the company and certify the registration within 30 days from the date of filing of the special resolution. നമ്മൾ ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ അത്
അവിടെ ഈ ഒരു ഒബ്ജക്റ്റ് ക്ലോസ് ഓൾട്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ആ ഒരു പ്രത്യേക പ്രമായം, അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യണം. രജിസ്ട്രാർ അത് പരിശോധിച്ച് നോക്കുകയും ദെൻ അതിൻ്റെ ഓൾട്രേഷൻസ് രജിസ്റ്റർ ചെയ്യുകയും നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ ഒബ്ജക്റ്റ് ക്ലോസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ചേഞ്ച് ഓഫ് ലയബിലിറ്റി ക്ലോസ് ആണ്. ലയബിലിറ്റി ക്ലോസിൽ നമ്മൾ പറയുന്നത് കമ്പനി മേ ബൈ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഓൾട്ടർ ലയബിലിറ്റി ക്ലോസ്. അപ്പോൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇറക്കിക്കൊണ്ട് കമ്പനിക്ക് എന്ത് ചെയ്യാം, ലയബിലിറ്റി ക്ലോസ് അവർക്ക് ഓൾട്ടർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ 13(1) ആണ് ഓൾട്രേഷൻ ഓഫ് ലയബിലിറ്റി ക്ലോസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സ് അനുസരിച്ചുകൊണ്ട് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് കമ്പനിക്ക് ലയബിലിറ്റി ക്ലോസ് ഓൾട്ടർ ചെയ്യാവുന്നതാണ്. ദെൻ കമ്പനി അവരുടെ ലയബിലിറ്റി ക്ലോസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരെ അറിയിക്കണം, രജിസ്ട്രാറുടെ അവിടെ അത് ഫയൽ ചെയ്യേണ്ടതാണ്. രജിസ്ട്രാർ ന്യൂ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഓൾട്രേഷൻ ഓഫ് ക്യാപിറ്റൽ ക്ലോസ് ആണ്. ഇപ്പോൾ ലിമിറ്റഡ് കമ്പനി ഹാവിങ് ഷെയർ ക്യാപിറ്റൽ, അതായത് ഓഹരി മൂലധനമുള്ള ലിമിറ്റഡ് കമ്പനികൾക്ക് അവരുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ ക്യാപിറ്റൽ ക്ലോസിലെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ആർട്ടിക്കിൾസിൽ അത് ഓതറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ജനറൽ മീറ്റിംഗ് വിളിച്ച് ചേർത്ത് അവർക്ക് മെമ്മോറാണ്ടത്തിലെ എന്താ പറയുക ക്യാപിറ്റൽ ക്ലോസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്യാപിറ്റൽ ക്ലോസിലെ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിലുള്ള ചേഞ്ചസ് ആണ് കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നുകിൽ അവർക്ക് എന്ത് ചെയ്യാം, ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാം അല്ലേ. ഇപ്പോൾ ക്യാപിറ്റൽ ക്ലോസിലാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റലാണ് അവർക്ക് റേസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ എമൗണ്ട് ഷെയർ ക്യാപിറ്റലിൻ്റെ ഓതറൈസ്ഡ് ക്യാപിറ്റലിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ട് അവർക്കത് മാറ്റം വരുത്താം. അതുപോലെ തന്നെ കൺസോളിഡേറ്റ് ആൻഡ് ഡിവൈഡ് ഓൾ ഓർ എനി ഓഫ് ഇറ്റ് ഷെയർ ക്യാപിറ്റൽ ഇൻ ടു ഷെയർസ് ഓഫ് ലാർജർ എമൗണ്ട്. അതായത് നമ്മളിപ്പോൾ 10 രൂപയുടെ ഷെയറുകളാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. 10 രൂപയുടെ 10 ലക്ഷം ഷെയറുകളാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ 10 രൂപയുടെ ഷെയർ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ 100 രൂപയുടെ 1 ലക്ഷം ഷെയറുകളായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ എക്സിസ്റ്റിംഗ് ഷെയർസിനേക്കാളും ലാർജർ എമൗണ്ടിൽ നമുക്ക് അത് നമുക്ക് കൺസോളിഡേറ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫുള്ളി പെയ്ഡ് ഷെയർസിനെ സ്റ്റോക്കുകളായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ സ്റ്റോക്കുകളെ റീകൺവേർട്ട് ചെയ്ത ഫുള്ളി പെയ്ഡ് ഷെയർസ് തന്നെ ആക്കാവുന്നതാണ്. അപ്പം അങ്ങനെ നമുക്ക് വേണമെങ്കിൽ മാറ്റം വരുത്താം. അതുപോലെ തന്നെ സബ് ഡിവൈഡഡ് ഷെയർ ഇൻ ടു ഷെയർസ് ഓഫ് സ്മോളർ എമൗണ്ട്. ഇപ്പോൾ 100 രൂപയുടെ ഷെയറുകൾ അത് വേണമെങ്കിൽ നമുക്ക് 10 രൂപയുടെ 10 ഷെയറുകളായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ സ്മോളർ എമൗണ്ട് ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി ഏതെങ്കിലും പേഴ്സൺസ് അവരെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഷെയറുകൾ അവരെ എടുക്കാതിരിക്കുകയാണെങ്കിൽ ആ ഷെയർസ് നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഷെയർ ക്യാൻസൽ ചെയ്തുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഷെയർ ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ അവർക്ക് ആർട്ടിക്കിൾസിൽ അവർ ഓതറൈസ് ചെയ്ത പോലെ അവർക്ക് ജനറൽ മീറ്റിംഗ് വിളിച്ച് ചേർത്തുകൊണ്ട് ഷെയർ ക്യാപിറ്റൽ ഓൾട്രേഷൻസ് നടത്താവുന്നതാണ്. ക്യാപിറ്റൽ ക്ലോസ് ഓൾട്ടർ ചെയ്യാവുന്നതാണ്. ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് ഓൾട്രേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ ഓർ അസോസിയേഷൻ ക്ലോസ് ആണ്. അസോസിയേഷൻ ക്ലോസ് അതൊരിക്കലും ഓൾട്ടർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാറ്റം വരുത്താനായിട്ട് കഴിയില്ല. അപ്പോൾ മെമ്മോറാണ്ടത്തിലെ ആദ്യത്തെ 5 ക്ലോസുകളിൽ മാത്രമേ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ഇത്രയാണ് നമുക്ക് ഏതിനെ കുറിച്ച് പറയാനുള്ളത്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ കണ്ടന്റും
അതിൻ്റെ ഓൾട്രേഷൻസ് ഒക്കെ നമുക്ക് എസ്എ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം ഈ ഒരു കമ്പനി ഫോർമേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് മെമ്മോറാണ്ടം. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഇല്ലാതെ, അത് ഡ്രാഫ്റ്റ് ചെയ്യാതെ, അത് തയ്യാറാക്കാതെ ഒരു ഫേമിന് ഒരിക്കലും ഒരു രജിസ്ട്രേഷൻ ലഭിക്കുകയില്ല. അപ്പം ഇങ്ങനെയാണ് അതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് നോക്കാം. അൾട്രാ വയേഴ്സ് നോക്കാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെ അൾട്രാ വയേഴ്സ് ആക്ടിനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൾട്രാ വയേഴ്സ് ആക്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സിലെ പറയുന്നത്, ഇപ്പം നമുക്ക് പറഞ്ഞു, ഇപ്പോൾ ഒരു കമ്പനി അതിൻ്റെ മെമ്മോറാണ്ടത്തിലെ അതിലെ പറഞ്ഞതിനനുസരിച്ചിട്ട് ആ കമ്പനിക്ക് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കമ്പനിയുടെ മെമ്മോറാണ്ടത്തിലെ ഒബ്ജക്റ്റ് ക്ലോസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും കമ്പനിയുടെ ഒബ്ജക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആ ഒബ്ജക്ട്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിയമപരമായിട്ടുള്ള എല്ലാ പ്രവർത്തികളും ആർക്ക് ചെയ്യാവുന്നതാണ്? ഒരു കമ്പനിക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ മെമ്മോറാണ്ടത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അധികാരങ്ങൾക്കപ്പുറത്തേക്ക് ഒരു കാര്യവും ആർക്ക് ചെയ്യാൻ പറ്റില്ല? ഒരു കമ്പനിക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ കമ്പനി മെമ്മോറാണ്ടത്തിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള പവേഴ്സിനെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷാൽ ബി ട്രീറ്റഡ് ആസ് അൾട്രാ വയേഴ്സ് ആക്ട്. അത് നമ്മൾ അൾട്രാ വയേഴ്സ് ആക്ട് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അൾട്രാ വയേഴ്സ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ബിയോണ്ട് ദ പവർ ഓർ അതോറിറ്റിയാണ്. അപ്പോൾ അൾട്രാ വയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബിയോണ്ട് ദ പവർ, ബിയോണ്ട് ദ പവർ ഓർ അതോറിറ്റി. ഇതാണ് അൾട്രാ വയേഴ്സ് എന്നുള്ള വേർഡിൻ്റെ മീനിങ്. അതായത് മെമ്മോറാണ്ടത്തിൻ്റെ പറഞ്ഞിട്ടുള്ള ആ ഫണ്ടമെൻ്റൽ കണ്ടീഷനെ അപ്പുറത്തേക്ക് കമ്പനി പ്രവർത്തിക്കുക. അപ്പോൾ ഈ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് അപ്ലൈ ചെയ്യുന്നത് ക്രെഡിറ്റേഴ്സിൻ്റെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ക്രെഡിറ്റേഴ്സും ഷെയർ ഹോൾഡേഴ്സും പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ട്, അവരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫണ്ട് ഡയറക്ടേഴ്സ് ഒരു അൺഓതറൈസ്ഡ് പർപ്പസിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അൾട്രാ വയേഴ്സ് ആക്ട് വോയിഡ് ആണ്. അത് വോയിഡ് ആണ്. ദെൻ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കൂടെ ചേർന്നാൽ പോലും നമുക്കത് പിന്നീട് റാറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഡയറക്ടേഴ്സ് ഒരു ഡിസിഷൻ എടുത്തു. ആ ഡയറക്ടേഴ്സ് എടുത്ത തീരുമാനം അവരുടെ അധികാര പരിധിക്കുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഇതിനപ്പുറത്തേക്കാണ്, അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് അൾട്രാ വയേഴ്സ് ആക്ട് ആണ് എന്ന് വിചാരിക്കുക. അത് വോയിഡ് ആണ്. അതിന് ലീഗൽ എഫക്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല, നിയമപരമായിട്ട് യാതൊരു സാധുതയും ഉണ്ടായിരിക്കില്ല. സപ്പോസ് പിന്നീട് എല്ലാ ഷെയർ ഹോൾഡേഴ്സും കൂടെ ചേർന്ന് ആ ഒരു ഡിസിഷൻ അവർക്ക് റാറ്റിഫൈ ചെയ്യാനായിട്ട്, സാധൂകരിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അൾട്രാ വയേഴ്സ് ആക്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. അത് വോയിഡ് ആണ്. പിന്നീട് എല്ലാവരും ചേർന്നാലും ആ ഒരു ആക്ട് അത് റാറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ നമുക്ക് നോക്കാം വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് അൾട്രാ വയേഴ്സ് ആക്ട്. അൾട്രാ വയേഴ്സ് ആക്ടിൻ്റെ കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് അൾട്രാ വയേഴ്സ് ദ മെമ്മോറാണ്ടം ഓർ കമ്പനി. അതായത് കമ്പനീസ് ആക്ട് അല്ലെങ്കിൽ മെമ്മോറാണ്ടം ഇതുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ കമ്പനീസ് ആക്ടിലെ പ്രൊവിഷനെ ബിയോണ്ട് ആയിട്ട് എന്ത് കാര്യങ്ങൾ നടത്തുകയാണെങ്കിലും അത് അൾട്രാ വയേഴ്സ് ആക്ട് ആണ്. അതുപോലെ തന്നെ ആക്ട് ഡൺ ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് പവേഴ്സ് എക്സസൈസബിൾ ബൈ ദ കമ്പനി.
ഓർ ഇറ്റ്സ് മെമ്മോറാണ്ടം, ആ ആക്റ്റും എന്താണ്? അൾട്രാ വയർസ് ആക്ട് ആണ്. ദീസ് ആർ വോയിഡ് ആക്ട്, അതൊക്കെ വോയിഡ് ആണ്. ദെൻ കനോട്ട് ബി റാറ്റിഫൈഡ് ബൈ ദ ഓൾ ബോഡി ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞതിനപ്പുറത്തേക്കോ അല്ലെങ്കിൽ കമ്പനീസ് ആക്ടിലെ വ്യവസ്ഥകൾക്ക് അപ്പുറത്തേക്കോ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് അൾട്രാ വയർസ് ആക്ട് ആണ്, വോയിഡ് ആണ്. എല്ലാ ഷെയർ ഹോൾഡേഴ്സ് ചേർന്നാലും പിന്നീട് അത് സാധൂകരിക്കാനായിട്ട് കഴിയില്ല. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് അൾട്രാ വയേഴ്സ് ദ ഡയറക്ടേഴ്സ് ബട്ട് ഇൻട്രാ വയേഴ്സ് ദ മെമ്മോറാണ്ടം. അതായത് പലപ്പോഴും ഡയറക്ടേഴ്സ് അവരുടെ അധികാരത്തിനപ്പുറത്തേക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അവരെ അൺഓതറൈസ്ഡ് ആയിട്ട്, അതായത് അംഗീകാരമില്ലാത്ത അല്ലെങ്കിൽ അവരുടെ ചുമതലപ്പെടുത്താത്ത പല കാര്യങ്ങളും അവരെ ചെയ്യാറുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള പ്രവർത്തികളെല്ലാം തന്നെ ചിലപ്പോൾ മെമ്മോറാണ്ടത്തിൻ്റെ പരിധിക്കുള്ളിൽ വരുന്നതായിരിക്കും. അപ്പോൾ കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അവരെ ഡയറക്ടേഴ്സ് ചെയ്യുന്നത്. പക്ഷേ അത് അവരുടെ അധികാരത്തിനപ്പുറത്തേക്ക് വരുന്ന കാര്യങ്ങളാകാം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ദീസ് ആക്ട് ക്യാൻ ബി റാറ്റിഫൈഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻ ജനറൽ മീറ്റിംഗ്. അപ്പോൾ അങ്ങനെ വരുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ജനറൽ മീറ്റിങ്ങിൽ അവർക്കത് റാറ്റിഫൈ ചെയ്യാവുന്നതാണ്. ദെൻ തേർഡ് വൺ പറയുന്നത് അൾട്രാ വയേഴ്സ് ദ ആർട്ടിക്കിൾസ് ബട്ട് ഇൻട്രാ വയേഴ്സ് ദ മെമ്മോറാണ്ടം. അപ്പോൾ സെക്കൻഡ് വണ്ണിൽ നമ്മൾ പറഞ്ഞത് അൾട്രാ വയേഴ്സ് ദ ഡയറക്ടേഴ്സ് ബട്ട് ഇൻട്രാ വയേഴ്സ് ദ മെമ്മോറാണ്ടം ആണ്. അപ്പോൾ ഡയറക്ടേഴ്സിൻ്റെ അവരുടെ പ്രവൃത്തി അൾട്രാ വയേഴ്സ് ആണ്, പക്ഷേ മെമ്മോറാണ്ടത്തിൻ്റെ സ്കോപ്പിനുള്ളിലുള്ളതാണ്. അപ്പോൾ ആ ഒരു കേസിൽ എങ്ങനെയാണെന്ന് വന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് അൾട്രാ വയേഴ്സ് ദ ആർട്ടിക്കിൾ ബട്ട് ഇൻട്രാ വയേഴ്സ് ദ മെമ്മോറാണ്ടം ആണ്. അതായത് നമ്മളൊരു കമ്പനിയുടെ ഒരു ആക്ട് എന്ന് പറയുന്നത് അവരുടെ മെമ്മോറാണ്ടത്തിൻ്റെ സ്കോപ്പിനുള്ളിൽ നിന്നുകൊണ്ടുള്ളതാണ്. അതേസമയം ആർട്ടിക്കിളിലെ വ്യവസ്ഥയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വരുന്നത് എന്ന് വിചാരിക്കുക. അപ്പം മെമ്മോറാണ്ടത്തിൻ്റെ സ്കോപ്പിനുള്ളിൽ വരുന്നു, പക്ഷേ ആർട്ടിക്കിളിലെ പ്രൊവിഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നു. അപ്പോൾ അത്തരം കേസുകളിലും നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യാം? ഈ ഷെയർ ഹോൾഡേഴ്സിന് അത് റാറ്റിഫൈ ചെയ്യാവുന്നതാണ്. അതെങ്ങനെ റാറ്റിഫൈ ചെയ്യാം? അവരുടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ആർട്ടിക്കിൾസിൽ അമെൻമെൻറ്റ് വരുത്തിക്കൊണ്ട്, ആർട്ടിക്കിൾസിലെ ഭേദഗതി വരുത്തിക്കൊണ്ട് അത് എന്ത് ചെയ്യാവുന്നതാണ്? റാറ്റിഫൈ ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് അൾട്രാ വയേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ദെൻ നമുക്ക് എക്സംഷൻസ് ടു ദ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് നോക്കാം. അൾട്രാ വയേഴ്സ് ആക്ടിനെ എക്സംഷൻ ആയിട്ടുള്ള കേസുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് എക്സംഷൻസ് എന്ന് പറയുന്നത്? അപ്പോൾ എക്സംഷൻസിലെ ഒന്ന് പറയുന്നത് അൾട്രാ വയേഴ്സ് ദ ആക്ട് ബട്ട് ഇൻട്രാ വയേഴ്സ് ദ മെമ്മോറാണ്ടം ആണ്. അതായത് കമ്പനിയുടെ ഡയറക്ടേഴ്സ് ഒരു പ്രവൃത്തി ചെയ്യുന്നു, അത് അൾട്രാ വയേഴ്സ് ആക്ട് ആണ്. പക്ഷേ കമ്പനിയുടെ ഇതിൽ നോക്കുമ്പോൾ അത് കമ്പനിയുടെ അധികാരത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണെങ്കിൽ കമ്പനിക്ക് അത് റാറ്റിഫൈ ചെയ്യാവുന്നതാണ്. അപ്പം കമ്പനിയുടെ ഇൻട്രാ വയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാ വയർ എന്ന് പറഞ്ഞാൽ വിതിൻ ദ പവർ ഓഫ് കമ്പനിയാണ്. അൾട്രാ വയേഴ്സ് ബിയോണ്ട് ദ പവർ അല്ലേ. അപ്പം ഇൻട്രാ വയേഴ്സ് എന്ന് പറഞ്ഞാൽ വിതിൻ ദ പവറാണ്, വിതിൻ ദ അതോറിറ്റിയാണ്. അപ്പം അതിനെയാണ് നമ്മൾ ഇൻട്രാ വയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിയുടെ അധികാരപരിധിക്കുള്ളിലുള്ള ഒരു കാര്യമാണ്, പക്ഷേ ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് അൾട്രാ വയേഴ്സ് ആക്ട് ആണെങ്കിലും അത് കമ്പനിക്ക് റാറ്റിഫൈ ചെയ്യാം. പിന്നെ ഇനി ആർട്ടിക്കിൾസിലെ ഇഫ് ആൻ ആക്ട് ഈസ് അൾട്രാ വയേഴ്സ് ഓഫ് ദ ആർട്ടിക്കിൾസ് ഓഫ് ദ കമ്പനി, ആർട്ടിക്കിൾസിലെ വ്യവസ്ഥകൾക്ക് എതിരായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അങ്ങനെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? പക്ഷേ അത് കമ്പനിയുടെ അധികാരത്തിനുള്ളിൽ വരുന്നതാണ്. അപ്പം കമ്പനിയുടെ അധികാര പരിധിക്കുള്ളിൽ വരുന്നതാണ്. അതേസമയം ആർട്ടിക്കിളിലെ പ്രൊവിഷൻസിന് എതിരായിട്ടുള്ള ഒരു പ്രവൃത്തിയാണെങ്കിൽ ആ ഒരു അൾട്രാ വയേഴ്സ് ആക്ട് കമ്പനിക്ക് അത് റാറ്റിഫൈ ചെയ്യാവുന്നതാണ് ആർട്ടിക്കിൾസിൽ ഭേദഗതി വരുത്തിക്കൊണ്ട്. ദെൻ
കമ്പനിയുടെ അധികാരപരിധിക്കുള്ളിൽ വരുന്ന ഒരു പ്രവൃത്തിയാണ്, പക്ഷേ അത് ഇറഗുലർ ആയിട്ടാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു പ്രവൃത്തിയും ഷെയർ ഹോൾഡേഴ്സിനെ റാറ്റിഫൈ ചെയ്യാവുന്നതാണ്. ഇനി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അൾട്രാ വയസ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്, പക്ഷേ പിന്നീട് അത് ഇൻഡിപെൻഡൻ്റ്ലി ആ ഒരു റൈറ്റ് റൈസിങ് ഇൻഡിപെൻഡൻ്റ്ലി ദേ ആർ നോട്ട് അഫക്റ്റഡ്. അപ്പം അതും നമുക്ക് ഇതിൽ വരും, ഒരു പവേഴ്സ് ഓഫ് അൾട്രാ വയേഴ്സിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ദെൻ കമ്പനിയിൽ നിന്ന് ഒരു പേഴ്സൺ പണം ബോറോ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അൾട്രാ വയേഴ്സ് ആക്ട് ആണെന്ന് വിചാരിക്കുക. കമ്പനിക്ക് ആ മണി റിക്കവർ ചെയ്യാനായിട്ട്, അത് തിരിച്ചടയ്ക്കാനായിട്ട് ആ വ്യക്തിയോട് പറയാവുന്നതാണ്. പിന്നെ കമ്പനി ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തു, അത് അൾട്രാ വയേഴ്സ് ആക്ട് ആണെങ്കിൽ ദ തേർഡ് പാർട്ടിക്ക് റൈറ്റ് ഉണ്ടായിരിക്കും ആ പ്രോപ്പർട്ടി ക്ലെയിം ചെയ്യാനായിട്ട്, കമ്പനിയിൽ നിന്ന് തിരിച്ച് ക്ലെയിം ചെയ്യാനായിട്ട് അവകാശം ഉണ്ടായിരിക്കും. പിന്നെ കമ്പനിയുടെ ഡയറക്ടർ ഒരു പേയ്മെൻറ്റ്സ് നടത്തി, അത് അൾട്രാ വയേഴ്സ് ഓഫ് ദ കമ്പനിയുടെ അധികാരത്തിനപ്പുറത്തായിരുന്നു ആ ഒരു തീരുമാനമെങ്കിൽ കമ്പനിക്ക് ആ ഒരു എമൗണ്ട് റീഫണ്ട് ചെയ്യാനായിട്ട് കമ്പൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇതൊക്കെയാണ് എക്സംഷൻസ് ടു ദ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് എഫക്റ്റ് ഓഫ് അൾട്രാ വയേഴ്സ് ട്രാൻസാക്ഷൻസ് നോക്കാം. അൾട്രാ വയേഴ്സ് ട്രാൻസാക്ഷൻസിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഫസ്റ്റ് പറയുന്നത് ഇറ്റ്സ് നൾ ആൻഡ് വോയിഡ് ആണ്. അതായത് എല്ലാ അൾട്രാ വയേഴ്സ് ആക്റ്റും കമ്പനിയുടെ നൾ ആൻഡ് വോയിഡ് ആയിരിക്കും. കമ്പനി ഈസ് നോട്ട് ബൗണ്ട് ബൈ ദീസ് ആക്ട്. ഈ പ്രവർത്തനങ്ങൾക്കൊന്നും തന്നെ കമ്പനി ബാധ്യസ്ഥനായിരിക്കില്ല. പിന്നെ അൾട്രാ വയേഴ്സ് കോൺട്രാക്റ്റ്, നമ്മളിപ്പോൾ കമ്പനി ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ കോൺട്രാക്റ്റുകളും ഇപ്പോൾ അൾട്രാ വയേഴ്സ് ആണെങ്കിൽ അത് എന്തായിരിക്കും, വോയിഡ് ആയിരിക്കും. ആ കോൺട്രാക്റ്റുകൾക്ക് യാതൊരു തരത്തിലുള്ള ലീഗൽ എഫക്റ്റും ഉണ്ടായിരിക്കില്ല. ദെൻ അൾട്രാ വയേഴ്സ് ബോറോയിങ്, ഇപ്പോൾ കമ്പനി മണി ബോറോ ചെയ്യുന്നത് അൾട്രാ വയേഴ്സ് ആക്ട് ആണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എങ്കിൽ ആ കോൺട്രാക്റ്റ് ഓഫ് ലോൺ വോയിഡ് ആയിരിക്കും. പിന്നെ അൾട്രാ വയേഴ്സ് ആക്ട് ഓഫ് ഡയറക്ടേഴ്സ്, ഇപ്പോൾ ഏതെങ്കിലും ഡയറക്ടേഴ്സ് ഔട്ട്സൈഡറുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അൾട്രാ വയേഴ്സ് ആക്ട് ആണെങ്കിൽ ആ ഡയറക്ടേഴ്സ് പേഴ്സണലി ലയബിൾ ആയിരിക്കും തേർഡ് പാർട്ടിയോട്. അപ്പോൾ ഏത് ഔട്ട്സൈഡറുമായിട്ടാണോ ഡയറക്ടർ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത് ആ ഡയറക്ടറുമായിട്ട് ആ ഔട്ട്സൈഡറോട് പേഴ്സണലി ലയബിൾ ആയിരിക്കും ആര്, ഡയറക്ടേഴ്സ്. കമ്പനിക്ക് ലയബിലിറ്റി ഉണ്ടായിരിക്കില്ല. ദെൻ അൾട്രാ വയേഴ്സ് എക്സ്പെൻഡിച്ചർ ആണ് വരുന്നത്. അതായത് ഇപ്പോൾ കമ്പനി അക്വയർ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് അൾട്രാ വയേഴ്സ് ആണെങ്കിൽ ആ കമ്പനിക്ക് അതിൽ നിന്ന് വരുന്ന ആ എക്സ്പെൻഡിച്ചറുകളിൽ നിന്ന്, ഇപ്പോൾ ഒരു കമ്പനി എന്താ പറയുക പ്രോപ്പർട്ടി അക്വയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പെൻഡിച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കമ്പനിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത് എഫക്റ്റ് ഓഫ് അൾട്രാ വയേഴ്സ് ട്രാൻസാക്ഷൻസ് വരുന്നത്. അപ്പോൾ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സിലെ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നിയമപരമായിട്ട് മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിനപ്പുറത്തേക്ക് കമ്പനി പ്രവർത്തിക്കുമ്പോഴാണ് അതിനെ എന്തായിട്ട് കണക്കാക്കുന്നത്, അൾട്രാ വയേഴ്സ് ആക്ട് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ നമുക്ക് ഇത്രയും ഭാഗങ്ങളാണ് വരുന്നത്. അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ് നെക്സ്റ്റ്. അതിലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണ്, അതിൻ്റെ കണ്ടന്റ്, ഇമ്പോർട്ടൻസ്, ഓൾട്രേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. മെമ്മോറാണ്ടം കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കിയത് ഡോക്യുമെൻറ്റ്സ് ഓഫ് കമ്പനിയിലെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ക്ലോസുകളാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത്. അപ്പോൾ അതിലെ 6 ക്ലോസസ് ആണ് വരുന്നത്. നെയിം ക്ലോസിലെ കമ്പനിയുടെ പേരിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക.
സിറ്റുവേഷൻ ഓർ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിലെ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഏത് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളുമാണ് ആ ഒരു ക്ലോസിൽ ഉണ്ടായിരിക്കുക. ഒബ്ജക്റ്റ് ക്ലോസിലെ കമ്പനിയുടെ ലക്ഷ്യം എന്താണ്, ഇപ്പോൾ ഈ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ ഒരു കമ്പനി രൂപീകരിക്കുന്നതിൻ്റെ ഒബ്ജക്റ്റ് ലക്ഷ്യം എന്താണ്, അതിൻ്റെ അനുബന്ധ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചിട്ടാണ് ഒബ്ജക്റ്റ് ക്ലോസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ലയബിലിറ്റി ക്ലോസിലെ മെമ്പേഴ്സിൻ്റെ ബാധ്യതയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ലയബിലിറ്റി ക്ലോസിലെ മെമ്പേഴ്സിൻ്റെ ബാധ്യത ലിമിറ്റഡ് ആണോ, അൺലിമിറ്റഡ് ആണോ, ദെൻ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണോ, ലിമിറ്റഡ് ബൈ ഷെയർസ് ആണോ, അതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ദെൻ ക്യാപിറ്റൽ ക്ലോസിലെ അവരുടെ ഓതറൈസ്ഡ് രജിസ്റ്റേർഡ് ഓർ നോമിനൽ ക്യാപിറ്റലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. പിന്നെ ആ ക്യാപിറ്റലിൻ്റെ ഡിവിഷൻ ഓഫ് ക്യാപിറ്റൽ, ഇപ്പം നമുക്കറിയാം ഷെയർ ക്യാപിറ്റലിനെ സ്മോൾ പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എന്നിട്ട് ഓരോ ഷെയറുകൾക്ക് ഒരു ഫേസ് വാല്യൂ നിശ്ചയിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ക്യാപിറ്റൽ ക്ലോസിലെ. അസോസിയേഷൻ ക്ലോസ് എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ക്ലോസ് ആണ്. ഡയറക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം അവരുടെ ഡിക്ലറേഷൻ ആണ് അസോസിയേഷൻ ക്ലോസിൽ വരുന്നത്. ഈ ആദ്യത്തെ 5 ക്ലോസുകൾ നമുക്ക് ഓൾട്ടർ ചെയ്യാവുന്നതാണ്. പക്ഷേ അസോസിയേഷൻ ക്ലോസ് ഓൾട്ടർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ബാക്കി എല്ലാ ക്ലോസുകളും നമുക്ക് ഓൾട്ടറേഷൻസ് വരുത്താവുന്നതാണ്. നെയിം ക്ലോസ് ഓൾട്ടർ ചെയ്യുന്നതിന് സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. രജിസ്റ്റേർഡ് ഓഫീസ് ആണെങ്കിലും സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. രജിസ്റ്റേർഡ് ഓഫീസിനെ 3 കേസസ് നമ്മൾ പറഞ്ഞു. ദെൻ ഒരു സിറ്റിക്കുള്ളിൽ ഇപ്പോൾ ആ ഒരു ലോക്കൽ ലിമിറ്റിന് പുറത്തേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ മെമ്പേഴ്സിൻ്റെ അപ്രൂവലെ മാത്രം മതി. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടണം. ദെൻ ഒരു രജിസ്ട്രാറുടെ അവിടെ നിന്ന് മറ്റൊരു രജിസ്ട്രാറുടെ ജുറിസ്ഡിക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് റീജിയണൽ ഡയറക്ടറുടെ പെർമിഷൻ വേണം. അപ്പം അങ്ങനെയുള്ളതൊക്കെ നമുക്ക് വേണം രജിസ്റ്റേർഡ് ഓഫീസ് ഓൾട്ടറേഷൻ നടത്താനായിട്ട്. ഒബ്ജക്റ്റ് ക്ലോസ് നമുക്ക് സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം, മെജോറിറ്റിയുടെ ഇതാണ്. ലയബിലിറ്റി ക്ലോസ് നമുക്ക് അതും നമുക്ക് സ്പെഷ്യൽ റെസൊല്യൂഷൻ ഉണ്ട്. ക്യാപിറ്റൽ ക്ലോസിന് നമുക്ക് ജനറൽ മീറ്റിങ്ങിൽ ക്യാപിറ്റൽ ക്ലോസ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം അതിൽ ഈ 6 ക്ലോസുകളിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ക്ലോസ് ആണ്. ഈ ഒബ്ജക്റ്റ് ക്ലോസിലാണ് ആ ഒരു ബിസിനസ്സിൻ്റെ ആ ഒരു അവരുടെ ആ ഒരു എന്താ പറയുക എന്തൊക്കെ ആക്ടിവിറ്റീസിൽ അവർക്ക് ഏർപ്പെടാം എന്നുള്ളത് പറയുന്നത് ഒബ്ജക്റ്റ് ക്ലോസിലാണ് അല്ലേ. സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നത് ഒബ്ജക്റ്റ് ക്ലോസിലാണ്. അപ്പോൾ അവരുടെ ആ ഒരു അധികാര പരിധിയെക്കുറിച്ച് നിർവചിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാം എന്നുള്ളൊരു കമ്പനിക്ക് അതിൻ്റെ ലൈഫിൽ ഏതൊക്കെ തലം വരെ അവർക്ക് പ്രവർത്തിക്കാം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത് ഒബ്ജക്റ്റ് ക്ലോസ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലോസിൻ്റെ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മളൊരു ആക്ട് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് ആക്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അൾട്രാ വയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയോണ്ട് ദ പവർ ഓർ ബിയോണ്ട് ദ അതോറിറ്റി എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ കമ്പനി അതിൻ്റെ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ മെമ്മോറാണ്ടത്തിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആ ഒരു പവറിനെ അപ്പുറത്തേക്ക് എനിത്തിങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് അൾട്രാ വയേഴ്സ് ആക്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ കമ്പനി ആ ഒരു ആക്ടിനെ കമ്പനി ലയബിൾ ആയിരിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ടൈപ്പ് ഓഫ് ഇതിൽ നമ്മൾ പറഞ്ഞു ultra vires the memorandum or company, ultra vires the directors but intra vires the memorandum, then ultra vires the articles but intra vires the memorandum. പിന്നെ നമ്മൾ അതിൻ്റെ എക്സംഷൻസ് പറഞ്ഞു ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സിൻ്റെ. ദെൻ നമ്മൾ എഫക്റ്റ് ഓഫ് അൾട്രാ വയേഴ്സ് ട്രാൻസാക്ഷൻസ് നമ്മൾ പറഞ്ഞു. അൾട്രാ വയേഴ്സ് ട്രാൻസാക്ഷൻസ് നൾ ആൻഡ് വോയിഡ് ആയിരിക്കും, അതൊരിക്കലും റാറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, കമ്പനി ബാധ്യസ്ഥരായിരിക്കില്ല. പിന്നെ അൾട്രാ വയേഴ്സ് കോൺട്രാക്റ്റുകൾ വോയിഡ് ആണ്, ലീഗൽ എഫക്റ്റ് ഉണ്ടായിരിക്കില്ല. അൾട്രാ വയർ ബോറോയിങ്സ് ആണെങ്കിൽ അതിൻ്റെ കോൺട്രാക്റ്റ് ഓഫ് ലോൺ വോയിഡ് ആയിരിക്കും. പിന്നെ ഡയറക്ടേഴ്സിൻ്റെ അൾട്രാ വയേഴ്സ് ആക്ടിനെ ഡയറക്ടേഴ്സ് പേഴ്സണലി ലയബിൾ ആയിരിക്കും, അവിടെ കമ്പനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കില്ല. ദെൻ എക്സ്പെൻഡിച്ചർ ആണ് വരുന്നതെങ്കിൽ കമ്പനീനെ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്ത ക്ലാസ്സിലെ നമുക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.